അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തേജസ് ന്യൂസിന്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസികളെ, നോമ്പും റമദാനും ആലസ്യത്തിന്റെയും വിശ്രമത്തിന്റെയും അടയാളങ്ങളല്ല, കർമ്മനിരതയുടെയും പോരാട്ടത്തിന്റെയും പ്രതീകങ്ങളാണവ. നേർമാർഗത്തിനായും സത്യാസത്യങ്ങൾക്കിടയിൽ വേർതിരിക്കാനും ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ തന്നെയാണ് സത്യാസത്യങ്ങൾക്കിടയിൽ വേർതിരിക്കാൻ ബദർ യുദ്ധവും അരങ്ങേറിയത്. പ്രവാചകനും സഹാബത്തും കൂടുതൽ പ്രവർത്തന നിരതരായിരുന്നു ഈ മാസങ്ങളിൽ എന്നർത്ഥം. പ്രിയ പത്നി ആയിഷ ബീബി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാനിലെ ദിനങ്ങളെ വിലയിരുത്തുന്നത് കാണുക. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا دخل العشر أحيا الليل وأيقظ أهله وجد وشد المئزر. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയെ ജീവിപ്പിക്കുകയും കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും കൂടുതൽ ഇബാദത്തിലായി പരിശ്രമിക്കുകയും കർമ്മനിരതനാവുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിൽ ഈ ഉമ്മത്ത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. പ്രവാചകനും കൂട്ടരും ഹിജ്റ 8-ാം വർഷം മക്ക തിരിച്ചു പിടിച്ച മക്കം ഫത്ഹിന് ലോകം സാക്ഷിയായതും റമദാനിലായിരുന്നു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഖാദിസിയ യുദ്ധവും ഈ മാസത്തിലായിരുന്നു. ഹിജ്റ 92-ൽ താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ സ്പെയിൻ കീഴടക്കാൻ ആരംഭിച്ചതും ഖുദ്സിന്റെ മോചനത്തിന് വഴി തെളിയിച്ച് സലാഹുദ്ദീൻ അയ്യൂബി ഹിത്തീൻ യുദ്ധം നയിച്ചതുമെല്ലാം ഈ മാസത്തിൽ തന്നെ. ചരിത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. എത്രയെത്ര റമദാനിലാണ് ഗസയും ഫലസ്തീനും ഖുദ്സിന്റെ മോചനത്തിനായി രക്തം ചിന്തിയത്. നന്മയുടെ ശത്രുക്കൾ ഭക്ഷണവും വെള്ളവും നിഷേധിച്ച അവർക്ക് എന്നും വ്രതം തന്നെയാണ്. ശത്രു തകർത്ത് തരിപ്പണമാക്കിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുമ്പോൾ ഗസയുടെ മക്കൾ അക്രമിയെ വെല്ലുവിളിക്കുകയാണ്. തീർച്ച വിശ്വാസിയുടെ വിശ്രമം സ്വർഗലോകത്താണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ആകയാൽ നീ ഒരു ഇബാദത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലായി അധ്വാനിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.